മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി. നമ്മളത് സർവീസിന് കയറ്റിയിട്ടുണ്ടോ. ഞാൻ സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നമ്മളതിൻ്റെ ക്ലച്ച്, എയർ ഫിൽറ്റർ അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലച്ചിൻ്റെ ഭാഗമാണ്. ക്ലച്ചിൻ്റെ ഭാഗത്തൊരു കംപ്ലയിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വയ്ക്കുക. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ബുഷോടെ കിടന്ന് അടിച്ച് ഓടിയിട്ട് നല്ല രീതിയിൽ പ്ലേ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ അങ്ങനെ ഓടിയിട്ടാണ് ഈ തുരുമ്പിൻ്റെ അംശം കാണിക്കുന്നത്. അതിൻ്റേതായ ഒരു ചെറിയൊരു സൗണ്ട് വ്യത്യാസം കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വേരിയേറ്റർ ബോഡി ഈ ബോസ് ഡ്രൈവ് നമുക്ക് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗത്ത് ക്ലച്ചൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ഇതിൻ്റെ ഓട്ടോ ക്ലച്ച് വരയ്ക്കണം, ബെൽറ്റ് വരയ്ക്കണം പുള്ളികളാണ്. അതൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അവിടെയൊക്കെ ചെറിയ തുരുമ്പിൻ്റെ അംശമുണ്ട്, അയച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. പിന്നെ അതുപോലെ അതിൻ്റെ ബെൽറ്റായാലും ബെൽറ്റ് വേറെ കുഴപ്പമൊന്നുമില്ല. ബെൽറ്റ് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ ക്രാക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമുക്ക് കറക്റ്റ് സർവീസാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിന് കൂടുതൽ കുഴപ്പം കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ മാറ്റിയാൽ മതി. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നിലവിൽ നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ പ്ലഗ് ആയാലും വേറെ കംപ്ലൈൻറ്റൊന്നും കാണിക്കുന്നില്ല. പ്ലഗും നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ അതുപോലെ കിക്കർ നമുക്ക് ഇവിടെ കിക്കറിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പറയാനുണ്ട്. നമുക്കത് ലെവൽ ചെയ്യാൻ പറ്റുമോ. ഇവിടെ ബെൻഡായിട്ട് അങ്ങോട്ട് ഈ കവറിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കിക്കർ നമുക്ക് അയച്ചിട്ടത് ബെൻഡെടുക്കാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് പിന്നെ നമുക്ക് കിക്കർ മാറ്റിക്കളയേണ്ടി വരും. പിന്നെ ഹെഡിൻ്റെ എൻജിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഓയിൽ ലീക്കിൻ്റെ കംപ്ലൈൻറ്റ് വന്നു. അത് ഇവിടെ ഉണ്ട്. ഈ ഹെഡിൻ്റെ കവറിൻ്റെ ഓയിൽ ലീക്കാണ്. ഈ കവർ അയച്ചിട്ട് അതിൻ്റെ ഗ്യാസ്കറ്റ് ഒന്ന് മാറ്റിയിട്ട് നമുക്കതൊന്ന് റീസെറ്റ് ആക്കാം. അതിൻ്റെ ചോക്ക് കേബിളായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ചോക്ക് കേബിളൊക്കെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ചെറിയ ടൈറ്റ് ഓടിക്കുമ്പോൾ ചെറിയ ടൈറ്റൊക്കെ ഫീൽ ചെയ്തായിരുന്നു. ഈ ഷോക്കപ്പിൻ്റെ പുഷൊക്കെ പോയി കിടക്കുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രണ്ട് ഈ രണ്ട് ഷോക്കപ്പിൻ്റെ പുഷും മാറ്റിയിട്ട് ഈ കോളർ പുഷൊന്ന് അയച്ച് നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. ഫ്രണ്ടിലെ ബ്രേക്സൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാം. അതുപോലെ കേബിളുകളായാലും വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മളതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് എക്സൈഡ് പറഞ്ഞ ഒരു കമ്പനിയുടെ ബാറ്ററി ഇരിക്കുന്നത്. നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാലും നമ്മൾ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് സർവീസിൻ്റെ ഭാഗമായിട്ട്. ബാറ്ററിയുടെ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.90 ആ റേഞ്ചിൽ വോൾട്ട് എടുക്കില്ല. അത് ടെസ്റ്റിലേക്ക് ഉണ്ട്. ബാറ്ററി ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, ബാറ്ററി ഓക്കെയാണ്. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. ബാക്ക് വീല് ഞാൻ ഫ്രണ്ട് വീല് അയച്ചതുകൊണ്ട് അപ്പോൾ ബാക്ക് വീല് അയച്ചത് ബാക്ക് വീല് അയച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ബ്രേക്സ് ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യണം. ഒരു മാക്സിമം ഒരു മുക്കാലും ബ്രേക്ക് തീർന്ന് കിടക്കണം. അപ്പോൾ അതുകൂടി ഒന്ന് ബ്രേക്സ് കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി.